നിലവിലെ റെക്കോർഡുകളും തിരുത്തിക്കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ജൈത്രയാത്ര തുടരുകയാണ്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിദംബരം ഒരുക്കിയ സിനിമ നിരവധി ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. അതായത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരുന്ന പടമായി മഞ്ഞുമൽ ബോയ്സ് മാറിയിട്ടുണ്ട്. കേരളത്തിന് പുറമെ ഇതര സംസ്ഥാനങ്ങളിലും ചിത്രത്തിന് വൻ സ്വീകാര്യത ലഭിച്ചതോടെയാണ് ബോക്സ് ഓഫീസിൽ ഈ ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റം നടത്താനായത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമെന്ന റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മുരുകനും അതിനുശേഷം 2018 ഏറെക്കാലം കൈവശം വെച്ചിരുന്ന കളക്ഷൻ റെക്കോർഡും മഞ്ഞുമലിൽ പിള്ളേര് അങ്ങ് തൂക്കിയിട്ടുണ്ട്. വെറും 22 ദിവസം കൊണ്ട് ചിത്രം 175 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് റിപ്പോർട്ട്. ജൂഡ് ആന്റണി ജോസഫിൻ്റെ 2018 ആയിരുന്നു ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം. 170 കോടിയാണ് സിനിമ സ്വന്തമാക്കിയത്. അതായത് കഴിഞ്ഞ ഒരു വർഷത്തോളം അടുപ്പിച്ച് 2018 സിനിമ തലയെടുപ്പോടെ കൈയടക്കി വെച്ചിരുന്ന റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് തകർത്തിരിക്കുന്നത്. 12 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം പിടിച്ച മറ്റൊരു റെക്കോർഡും ഈ മൾട്ടി സ്റ്റാർ ചിത്രം സ്വന്തമാക്കിയിരുന്നു. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രം എന്നതായിരുന്നു അത്. 2024 ഫെബ്രുവരി 22 മഞ്ഞുമൽ ബോയ്സ് റിലീസിനെത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് എന്നവകാശപ്പെടുന്ന ചെന്നൈ മായാജാലിൽ മാർച്ച് 3 30 ഷോകളാണ് മഞ്ഞുമൽ ബോയ്സ് സ്ക്രീൻ ചെയ്തത്. സിനിമ കണ്ട് കമൽഹാസൻ, ഉദയനിധി സ്റ്റാലിൻ, കാർത്തിക് സുബ്രാജ്, സിദ്ധാർത്ഥ് എന്നിവർ അഭിനന്ദനങ്ങളുമായി എത്തിയതും കമൽഹാസൻ ഗുണ ട്രിബ്യൂട്ട് എന്ന നിലക്കുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും തമിഴ് റിലീസുകൾക്ക് മുകളിൽ സ്വീകാര്യത മഞ്ഞുമലിന് നേടിക്കൊടുത്തിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ആദ്യ ദിനം 3 കോടി 30 ലക്ഷവും രണ്ടാം ദിനം 3 കോടി 25 ലക്ഷവുമാണ് ഗ്രോസ് നേടിയത്. 8 ദിവസം കൊണ്ട് 26 കോടി 35 ലക്ഷം കേരളത്തിൽ നിന്നും മാത്രം ഗ്രോസ് കളക്ഷനായി നേടി. തമിഴ്നാട്, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമ ഇതിനകം 41 കോടിയിലധികം രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് സിനിമ അടുത്ത ദിവസങ്ങളിൽ തന്നെ തമിഴ്നാട്ടിൽ 50 കോടി ക്ലബ്ബ് തുറക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം. കർണാടകയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ $1 മില്യൺ കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡാണ് ചിത്രം നേടിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഇത് ഔദ്യോഗികമായി അറിയിച്ചത്. നേരത്തെ തന്നെ US കളക്ഷനിൽ ലൂസിഫറും 2018 ഉണ്ടാക്കിയ റെക്കോർഡുകൾ മഞ്ഞുമൽ തകർത്തിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ച് അഭിമാന നേട്ടമാണിത്. മഞ്ഞുമൽ ബോയ്സിനേക്കാൾ കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയാതിരുന്ന നേട്ടമാണിത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാട്ടിൽ നിന്നും പണം വാരിയ സിനിമകളിൽ നിലവിൽ 6ാം സ്ഥാനത്താണ് മഞ്ഞുമൽ ബോയ്സ് ഉള്ളത്. 1ാം സ്ഥാനത്ത് ബാഹുബലി 2 ആണ്. വൈകാതെ തന്നെ ഷാറുഖ് ഖാൻ ചിത്രം ജവാനെ മറികടക്കുമെന്നാണ് പ്രമുഖ അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ചിത്രം ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ ആഗോള ബോക്സ് ഓഫീസിൽ 200 കോടി എന്ന മാജിക് നമ്പർ വൈകാതെ തൊടുമെന്നാണ് വിലയിരുത്തലുകൾ. കളക്ഷൻ റെക്കോർഡെല്ലാം കൊടൈക്കനാലിലേക്ക് ടൂർ പോയ പിള്ളേര് തകർത്തതോടെ ഇതുവരെ ബോക്സ് ഓഫീസിനെ കത്തിച്ച് പട്ടികയിൽ ഏറെക്കാലം നിലനിന്നവർക്ക് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്. ഏറെക്കാലം രാജാവായിരുന്ന മുരുകൻ 3ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായി 100 കോടി കടന്നത് പുലിമുരുകനായിരുന്നു. ചിത്രത്തിൻ്റെ ആകെ കളക്ഷൻ 157 കോടിയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയും ലൂസിഫറുമാണ് 4ാം സ്ഥാനത്തുള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാലിനെ നായകനാക്കി ബോക്സ് ഓഫീസിന് തീയിട്ടു. ചിത്രം ആകെ നേടിയത് 147 കോടിയാണ്. തൊട്ട് പിന്നിൽ പ്രേമലുവും 5ാം സ്ഥാനത്തുണ്ട്. തിയേറ്ററിൽ ഇപ്പോഴുള്ള പ്രേമലു കേരളത്തിന് പുറത്തെ സെൻറ്ററുകളിലും മികച്ച അഭിപ്രായമാണ് നേടുന്നത്.